എന്തോ മോൻ ക്ഷീണിച്ചോ? അമ്മയുടെ മരുന്നൊക്കെ അതിനെന്താ അമ്മച്ചി, ലിസ്റ്റ് ഒക്കെ എടുത്തോണ്ട് വാ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഇതാ അമ്മച്ചി മരുന്ന്. ജോണി മോനെ, നമ്മുടെ റബ്ബർ ഷീറ്റിന്റെ പൈസ കിട്ടിയായിരുന്നോ? ഓ, അതൊക്കെ എന്നാ വാങ്ങിച്ചത് അമ്മച്ചി? അമ്മയ്ക്കൊക്കെ സുഖാണോ മോനെ? വീട്ടിൽ എന്തുണ്ട് വിശേഷം? ഓ, വീട്ടിൽ എന്നാ വിശേഷം? ഞാൻ അതേപ്പറ്റി ഒന്നും ഇപ്പോൾ ഓർക്കാറില്ല അമ്മച്ചി, എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയത്തില്ല. പ്രസവിച്ച എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ വന്നതിൽ പിന്നെ ഞാൻ എന്തുമാത്രം സന്തോഷിക്കുന്നു എന്ന് നിനക്കറിയാമോ? ഞാൻ ചിന്തിക്കുകയായിരുന്നു നിന്റെ അമ്മ എത്ര ഭാഗ്യവതിയാണെന്ന്. ഇവിടെ സാക്കോലെന്തേ? ഞാൻ എടുത്തില്ലല്ലോ, അവിടെ കാണുമായിരിക്കും. ഞാൻ എടുത്തില്ല, നീ അവിടെ തന്നെ നോക്ക്. നീ എന്തിനാ അമ്മയുടെ ദേഷ്യം പറഞ്ഞേ? ഒന്ന് പോയടാ ഒന്ന്. ജോണിക്കുട്ടി, നീ വന്നിട്ട് എത്ര സമയം? ഇതുവരെ ചായ കുടിച്ചില്ലേ? ചായ കുടിക്കാൻ വരായിരുന്നോ? അമ്മയ്ക്ക് എന്നാ, ഞാൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. കുറച്ചു നേരം നോക്കിയിരുന്ന എപ്പൊ ചുമ്മാ എല്ലാരും വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആ കുറച്ചു നേരം ഫോൺ നോക്കി ഇരിക്കണല്ലേ ഉള്ളൂ. ചുമ്മാ ഇരിക്കാൻ കാണാമല്ലേ? കൊറേ സമയമായില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട്? എന്നെ പറഞ്ഞ മനസ്സിലാവില്ലേ? എപ്പൊ വന്നിരുന്നാലും ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഒന്നിനും തികയില്ല കേട്ടോ. നമ്മളെ കരോളൊക്കെ വെറുതെ ആവൂലോ. നമ്മളെന്തൊക്കെ തീരുമാനിച്ചു? മൂന്നാറിന് പോകുന്നു, ഉപ്പി പൊട്ടിക്കുന്നു, ആഘോഷിക്കുന്നു. ഇപ്പൊ എല്ലാം നടക്കും ഇതുകൊണ്ടാണെങ്കിൽ. ഞാൻ വന്നല്ലോ. ഈ പൈസ ഒന്നും തികയില്ല. അപ്പുറത്തെ കവല പോയി ചായ കുടിക്കാൻ തികയില്ലേ സാധനം. എങ്ങനെയാണ് നമുക്ക് ആ ട്രിപ്പൊക്കെ ക്യാൻസൽ ചെയ്യാം. എന്നാ പരിപാടി? ക്രിസ്മസ് നമ്മുടെ വീടുകളിൽ തന്നെ ആഘോഷിക്കാം. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കറങ്ങുന്നതിലൊന്നും ഒരു കാര്യമില്ലടാ. നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ വീട്ടുകാരുടെ സന്തോഷമല്ലേ. നമ്മൾ നമ്മുടെ അമ്മയുടെ അപ്പൻ്റെ ഒപ്പമുള്ള ഇപ്രാവശ്യം നമുക്ക് ആഘോഷിക്കേണ്ടത്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്നാ നമുക്ക് നിന്റെ വീട്ടിൽ കൂടാ. നമുക്ക് നമ്മുടെ അച്ഛനമ്മയുടെ വലുത്, അവരല്ലേ നമുക്ക് ഫസ്റ്റ്. നമുക്ക് കവലയിൽ ഈ പൈസ കേക്കും മേടിച്ച് നമുക്ക് വീട്ടിൽ പോയി കൂടാമേ. അത്രേ ഉള്ളൂ. അമ്മേ, ഇതെന്നാ, നീ മൂന്നാർക്ക് പോകുന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തു അമ്മേ. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വീട്ടിലെ സ്വന്തം അമ്മയുടെ സ്നേഹം വേറെ എവിടെ കിട്ടാനാ? അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെയല്ല, ഇനിയുള്ള എല്ലാ ക്രിസ്മസും ഇവിടെ തന്നെ ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്താ, നമുക്ക് സന്തോഷമായില്ലേ? അമ്മയ്ക്ക് സന്തോഷമായി മോനെ. എപ്പോഴെങ്കിലും നീ ആ സത്യം മനസ്സിലാക്കിയല്ലോ. വാ, നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. മഞ്ഞു പെയ്യുന്നു, രാവിൻ ദൂരെ മിന്നുന്നു ദിവ്യതാര.